ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഒരു കൊച്ചു സൺഡേ വ്ളോഗ് കണ്ടാലോ? വളരെ ചെറിയൊരു സൺഡേ വ്ളോഗാണ്. ചോറടുപ്പത്തുണ്ട്, കുടുക്കയില ചോറ്. ഞാൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് കുടുക്കയിൽ വെക്കും, ഇടയ്ക്ക് റൈസ് കുക്കറിൽ വെക്കും, ഇടയ്ക്ക് കുക്കറിലൊക്കെ ഏതെങ്കിലും ഒന്നിൽ വെക്കും. അലക്ക് കഴിഞ്ഞ് പിന്നെ മീൻ കട്ട് ചെയ്യണം. മീൻ നമുക്ക് ഇന്ന് ചെമ്മീനും കറ്റ്ലയാണ് ഇട്ടത്. കറ്റ്ല എന്ന് പറയുന്നത് തൊലി റെഡ് കളറുള്ള അതാണ്. അതിന് നമ്മൾ ഇവിടെ കണ്ണൂരുകാരെല്ലാം കറ്റ്ല എന്ന് പറയുക. ഞാൻ മീനിൻ്റെ വേസ്റ്റെല്ലാം എൻ്റെയും കൊണ്ടൊക്കെ ഇങ്ങനെ കുഴിച്ചിടും കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്മെല്ലും പോവും, ചെടിയൊക്കെ എല്ലാം ഒരു വളവും ആവും. ഒക്കെ നല്ലോണം കുഴിക്കുന്നുണ്ട്. കുഴിക്കാനും കഴിയുന്ന വിധത്തിലൊക്കെ കുഴിക്കുന്നുണ്ട്. കുഴിച്ചിട്ടിട്ട് അതവിടെ നല്ലോണം മണ്ണിട്ട് മൂടണം കേട്ടോ. അല്ലെ കാക്കിയെല്ലാം കൊണ്ടിട്ട് അപ്പുറത്തെ ആളെ പറമ്പത്തിട്ടിട്ട് അവരെ വായിന്നുള്ളത് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് നല്ലോണം കുഴിച്ചിട്ട് അങ്ങ് എടുത്ത് മൂടണം. പിന്നെ അടുത്ത പരിപാടി മീൻ ഉപ്പിട്ട് കഴുകലാണ്. മീൻ ഉപ്പിട്ട് കഴിയതിന് ശേഷം ഞാൻ ഇപ്പം കറ്റ്ല ഫ്രൈ പൊരിച്ചെടുക്കുകയോ മാത്രമേ ചെയ്യുന്നത്. കുമ്പളങ്ങയാണ് കറി വെക്കുന്നുണ്ട്. കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ്. നട്ടിട്ടൊന്നും ഉണ്ടായതല്ല, തനിയെ ചാടിയപ്പോൾ അത് തെത്ത് മുളച്ചുണ്ടായതാണ്. ഒറ്റൊരു കുമ്പളേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിനാണല്ലോ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് മീൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കുമ്പളക്കറിയാക്കി അതിനെ വറുത്തിട്ട്, പിന്നെ വറവ് എന്ന് പറയുന്നത് സ്പെഷ്യൽ തോരനാണ്. ചേമ്പ്, കാട്ടുചേമ്പല്ല കേട്ടോ, കാട്ടുചേമ്പാങ്കിൽ പിന്നെ വായി ചൊറിഞ്ഞിട്ട് നിൽക്കാൻ കഴിയില്ല. ഇത് സാധാരണ നമ്മുടെ ചേമ്പാണ്. ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് അതിൽ കുറച്ച് നല്ലോണം ഉള്ളിയും തേങ്ങയും വേണം. നല്ലോണം ഉള്ളിയും തേങ്ങ, മഞ്ഞൾ, മുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കുക. അതിൽ വെള്ളം ചേർക്കൂല കേട്ടോ. വെള്ളം ചേർത്താൽ ചേമ്പിന് ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ. വെള്ളം ചേർത്താൽ എന്താ പറയുക, പായസം പോലെ ഇപ്പോൾ പറ്റിയിട്ട് കടുവിട്ട് വറ്റൽമുളകിട്ട് കരിവേപ്പിലയിട്ട് അതിലേക്ക് നമുക്ക് ചേമ്പിട്ട് കൊടുക്കുക. ചേമ്പിൻ്റെ പാത്രത്തിൽ തുള്ളി വെള്ളം ചേർക്കൂല കേട്ടോ. വെച്ച് മൂടി വെക്കുക. പിന്നെ മീൻ പൊരിക്കുന്നത് ദോശക്കല്ലുമേലെ ഇല വെച്ചിട്ട് അങ്ങ് പൊരിച്ചെടുക്കുക. അങ്ങനെ മീൻ പൊരിക്കുക. ഇടയ്ക്കല്ല നോൺ സ്റ്റിക്കിലും പൊരിക്കും. ഇങ്ങനെ ഇല വെച്ചാൽ പോലെ പറ്റൂലല്ലോ. പിന്നെ അതിലേക്ക് ആ പാത്രം പിന്നെ ദോശ ഇടുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ദോശ കിട്ടാണ്ടോ പൊട്ടിപ്പോവോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചേമ്പ് വറവ് റെഡി, കറിയിൽ റെഡിയായ ചേമ്പ് വറവ്, കുമ്പളങ്ങ പുളിങ്കറി, മീൻ പൊരിച്ചത്, മുട്ട. ഇന്ന് ഇത്ര കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ അത്രയും ഉണ്ടായുള്ളൂ. പിന്നെ ചിലരിടക്ക് സ്ഥിരം സൺഡേ ചിക്കനായിരിക്കും. നമുക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിഞ്ഞ് നമുക്കൊരു സിനിമ കാണലുണ്ട്. ഒരു കോമഡി സിനിമ കാണണം. സൺഡേ ഉള്ള സ്പെഷ്യൽ അതാണ് കേട്ടോ. ഇന്ന് ചന്ദ്രലേഖയാണ് കണ്ടത്. പിന്നെ ചായയും പഴംപൊരി എന്തോ ആയിപ്പോയി. പഴംപൊരി കുഴപ്പമില്ല, ഒപ്പിക്കാം. മധുരം കുറവേനും പഴംപൊരിക്ക്. ഇതാണ് ഇന്നത്തെ എൻ്റെ സൺഡേ വ്ളോഗ്. നമ്മളെല്ലാവരും ചായ കുടിക്കും. നിവേദക്കുട്ടി കുളിച്ച് വന്ന് ചായ റെഡി. ഓക്കെ ഫ്രണ്ട്സ്.